സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ആറളം പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മഹിളകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാർച്ച് 8 വനിതാ ദിനത്തോട് അനുബന്ധിച്ച് വീർപ്പാട് അംഗനവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ പവിത്രൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. ആറളം പഞ്ചായത്ത് വുമൺ ഫെസിലിറ്റേറ്റർ ശില്പ ടി.എസ്. സ്ത്രീകൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പരിപാടികൾ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. എനിക്ക് നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ഇന്ന് നിങ്ങളുടെ വനിതാ ദിനമല്ലേ, ഹാപ്പി വുമൻസ് ഡേ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല. ഇന്നത്തെ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ളത് വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ല, നമ്മുടെ അവകാശങ്ങളെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ആർക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്തിൽ അങ്ങനെയല്ല. സ്ത്രീകൾ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലോട്ടും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ തുല്യതയുണ്ടോ? നമുക്ക് സ്ത്രീ പുരുഷ തുല്യത ഇന്നത്തെ ഈ 2026 കാലഘട്ടത്തിലും ഈ വനിതാ ദിനം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലും തുല്യതയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. തുല്യതയുണ്ടോ? തുല്യ ജോലിക്ക് തുല്യ വേതനം ഉണ്ടോ? ഇപ്പൊ ഇപ്പം ഉണ്ടാവുമായിരിക്കും. നമ്മുടെ തൊഴിലുറപ്പ് പണിക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം ഉണ്ടോ? അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? തുല്യ ജോലിക്ക് തുല്യ വേതനം ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാല് എല്ലാരും തൊഴിലുറപ്പല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ എല്ലാരും. അപ്പൊ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ അങ്ങനെ അധികം വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ശേഷം പരാതിപ്പെട്ടിയുടെ സ്ഥാപനവും നടന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മേൽവിലാസമില്ലാതെ ഫോൺ നമ്പർ മാത്രം രേഖപ്പെടുത്തി പരാതിപ്പെട്ടിയിൽ നിക്ഷേപിക്കാമെന്നും സ്വകാര്യത നഷ്ടപ്പെടുത്തുകയില്ലെന്നും പരാതികൾ ലഭിക്കുന്ന പക്ഷം സത്വര നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ ഉറപ്പു നൽകി. ജാഗ്രതാ സമിതി അംഗങ്ങളായ സുരേഷ്, തങ്കപ്പൻ, അങ്കണവാടി ടീച്ചർ ബീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.